ഭരത് തിവാരി 28 വയസ്സുള്ളൊരു ബീഹാറുകാരൻ. ബീഹാറിലെ ഭോജ്പൂർ ജില്ലയിലെ ഒരു ആക്ടിവിസ്റ്റ്. ഇയാളുടെ മരണകാരണമാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. അതായത് ബീഹാർ പോലീസ് ഇയാളെ എൻകൗണ്ടറിൽ വെടിവെച്ച് കൊന്നു. ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ്, ഇങ്ങനത്തെ ഒരാളെ എന്തിനാണ് പോലീസ് എൻകൗണ്ടറിൽ വെടിവെച്ച് കൊന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. ഞാനതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ കേരളം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കേരളം സ്വർഗ്ഗമാണെന്ന് തോന്നുന്ന എപ്പോഴാണ് നിങ്ങൾക്കറിയാം? നമ്മൾ ഉത്തരേന്ത്യ കൂടെ സഞ്ചരിക്കണം. നിങ്ങൾ സൗത്ത് ഇന്ത്യ വിട്, നിങ്ങൾ ചെന്നൈ അല്ലെങ്കിൽ നിങ്ങൾ തമിഴ്നാട് പോകുന്നതോ, നിങ്ങൾ കർണാടക ബാംഗ്ലൂർ പോകുന്നതോ, നിങ്ങൾ ഹൈദരാബാദ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിൽ വരുന്ന സംസ്ഥാനങ്ങൾ മാറ്റി നിങ്ങൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് നോക്കണം. പട്ടണങ്ങളായാലും കുഴപ്പമില്ല, പേരുകേട്ട പട്ടണങ്ങൾ മാറ്റി നിർത്തിയിട്ട് മറ്റ് സ്ഥലങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ പറയും, അത് ഏത് സംഖ്യയാണെങ്കിലും പറയും, ഏത് കൊങ്ങിയാണെങ്കിലും ഏത് കമ്മിയാണെങ്കിലും ആരാണെങ്കിലും പറയും, നമ്മൾ ജീവിക്കുന്ന നാട് എത്ര സ്വർഗ്ഗമാണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു വെച്ചു എന്നുള്ളൂ. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഭരത് തിവാരിനെ എൻകൗണ്ടർ ചെയ്ത കഥ ഒന്ന് കേട്ടിട്ട് വരാം. 2026 ജൂൺ 17, അതായത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. ഭരത് തിവാരി എന്ന് പറഞ്ഞ ആൾ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പോലീസ് വളഞ്ഞിട്ട് ആക്രമിക്കുക അല്ലെങ്കിൽ വളഞ്ഞിട്ട് പിടിക്കാൻ ചെന്നിടത്തുനിന്ന് ആൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവിടെ നിന്നായിരുന്നു വെടിവെച്ച് ആളെ കൊന്നു കളഞ്ഞത്. ഇയാൾ ചെയ്ത തെറ്റുകളാണ് ഏറ്റവും നമുക്കൊക്കെ അത്ഭുതം തോന്നുന്നത്. ഇയാൾ ചെയ്ത തെറ്റുകൾ, അതായത് ഇയാൾ സോഷ്യൽ മീഡിയയിൽ കൂടെ രാജ്യത്ത് അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് നടക്കുന്ന, ഗ്രാമത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മ, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ സിസ്റ്റത്തിലെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ സിസ്റ്റം കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ, പ്രളയബാധിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ട സഹായം കിട്ടാണ്ട് വരുന്നൊരവസ്ഥ, അതായത് നോർമലായിട്ടുള്ള കൃഷിക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയായിരുന്നു ആൾ സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അയാളുടെ സോഷ്യൽ മീഡിയ. അതായത് എപ്പോഴും ഗവൺമെൻറ്റിനാൽ അല്ലെങ്കിൽ അവിടുത്തെ പാവപ്പെട്ട, നമുക്കറിയാം ബീഹാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പട്ടിണി സംസ്ഥാനമാണ് ബീഹാർ. തൊഴിലില്ലായ്മ, പട്ടിണി, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എല്ലാം കൊണ്ടും ഇന്ത്യയിൽ ഏറ്റവും 0% നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ പറഞ്ഞ ബീഹാർ. കഴിഞ്ഞ 10-20 വർഷമായിട്ട് നിതീഷ് കുമാർ ഭരിക്കുന്ന, ഇപ്പം BJP ഭരിക്കുന്ന അല്ലെങ്കിൽ NDA സഖ്യം കുറേ കാലങ്ങളായിട്ട് ഭരിക്കുന്ന ബീഹാർ ഒരു നിലക്കും ഒരു ഗുണവുമില്ലാണ്ട് ഉള്ളൊരു സംസ്ഥാനം. ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ബീഹാർ എന്നുള്ള പണിക്കാരാണ് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ട് വരുന്നത്. നമ്മൾ അവരെയും ബംഗാളികൾ എന്ന് വിളിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ബീഹാറികളാണ് സൗത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലോട്ടും ജോലി ചെയ്യാൻ വരുന്നത്. അങ്ങനെ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ കാരണം, അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾ കാരണം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എത്ര അങ്ങോട്ട് മോദിയുടെ ഒരു മുട്ടുംകാലാണ് ഈ പറഞ്ഞ ബീഹാറിലെ പാർട്ടി എന്നുള്ളത് കൊണ്ട് കോടികൾ ഒഴുക്കിയാലും അത് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ പോക്കറ്റിലോട്ട് മാത്രം ഒഴുകിയെത്തുന്നൊരവസ്ഥ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് അയാൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് അവിടുത്തെ ഭരണ സംവിധാനത്തിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ എപ്പോഴെങ്കിലും കിട്ടുന്ന സമയത്ത് പൂട്ടണം എന്ന് മാത്രം വിചാരിച്ചിരിക്കുന്ന ഒരു ഭരണ സംവിധാനം. പിന്നെ ഇയാൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, എപ്പോഴും ഇയാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇയാൾ എപ്പോഴും ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ എപ്പോഴും ഒരു തോക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തോക്കുള്ളത് കൊണ്ട് കാരണമാക്കിയിട്ട് ഇയാളുടെ വീട് വളയുകയാണ്. കഴിഞ്ഞ ജൂൺ 17 പോലീസ് ഇയാളുടെ വീട് വളഞ്ഞു. അങ്ങനെ വീട് വളഞ്ഞു. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഇയാൾ പോലീസിനോട് സംസാരിക്കുന്നു, തോക്ക് കയ്യിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നു, പോലീസ് എല്ലാവരുടെ കയ്യിൽ തോക്ക് വെച്ച് തിരിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ഇത് വാക്ക് തർക്കത്തിലോട്ട് എത്തുന്നു. ആ സമയത്ത് ഇയാളൊരു ഫേസ്ബുക്ക് ലൈവ് വരുന്നു. ഞാൻ കീഴടങ്ങാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു ലൈവ് ഇയാൾ അതിൻ്റെ ഇടയിലൂടെ ഇടുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ എന്താ പറയുക, പോലീസ് വന്നോളൂ, ഞാൻ കീഴടങ്ങാൻ റെഡിയാണ്, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് അങ്ങോട്ട് എത്തുന്നതും. ഇങ്ങനെ അവിടെ തർക്കമുണ്ടാകുന്നു. അതിനുശേഷം അവർ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഈ സമയം കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും അറിയുന്നത് ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. പോലീസ് എൻകൗണ്ടറിലാണ് ആൾ മരിച്ചു പോയിട്ടുള്ളത്. കാരണം അയാൾ തോക്ക് ചൂണ്ടി പോലീസിനെ ആക്രമിക്കാൻ ചെന്നു. സ്വയം ജീവൻ രക്ഷാർത്ഥം പോലീസ് ഇയാളെ വെടിവെച്ച് കൊന്നു. കാലിൻ്റെ താഴത്ത്, അതുപോലെ തന്നെ നെഞ്ചിലും വെടിവെച്ച് ഇയാളെന്ന് കൊന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇയാളുടെ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഇയാളുടെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നു. അവിടെ എത്തിയിട്ടും ജീവനൊന്നും തിരിച്ചു കിട്ടുന്നില്ല. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇയാളുടെ ഫേസ്ബുക്കിൽ ഇയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഇയാളുടെ ഫേസ്ബുക്കിൽ അയാൾ ലൈവായിട്ടിരുന്നു. അത് പിന്നീടാണ് ആ വീഡിയോ പുറത്തോട്ട് ഔട്ടാകുന്നതും ഈ രാജ്യം മൊത്തം അറിയുന്നതും. ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ ഇയാളുടെ കയ്യിൽ തോക്കുണ്ട്. ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് എല്ലാവരുടെ 5-6 പോലീസ് അപ്പുറത്ത് തോക്ക് ചൂണ്ടി ഇയാളുടെ നേരെ നിൽക്കുന്നു. ഇയാൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. അയാളുടെ നാടിന് വേണ്ടിയിട്ട്, അയാളുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് കുറേ കഴിഞ്ഞ സമയത്ത് ഇയാൾ ആ തോക്ക് പോലീസിൻ്റെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കും. ഞാനിത് കീഴടങ്ങാണെന്നും പറഞ്ഞിട്ട് ഇയാൾ പോലീസിൻ്റെ മുമ്പിലോട്ട് ഈ തോക്കെറിയുന്ന ഒരു രംഗം നിങ്ങൾക്ക് കാണാം. ഈ പോലീസിന് മുമ്പിലോട്ട് തോക്കെറിഞ്ഞതിന് ശേഷം ഇയാളെ
ഓൺ സ്പോട്ടിൽ ഷൂട്ട് ചെയ്ത് കൊന്നുകളയുക ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് ആദ്യം പറഞ്ഞത് ഇയാൾ തോക്ക് ചൂണ്ടി ഞങ്ങൾക്കെതിരെ നിറവേഴിച്ചു, അതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ രക്ഷാർത്ഥം ഞങ്ങൾ ഇയാളെ തിരിച്ച് എൻകൗണ്ടർ ചെയ്തു. നമ്മൾ സത്യത്തിൽ ഈ വീഡിയോ പുറത്ത് വന്ന് അല്ലെങ്കിൽ ഈ വീഡിയോ ആളുകൾ നോട്ടീസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇയാൾ തോക്ക് പോലീസ് നിറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും അതിനുശേഷം കാലിന് അറ്റ്ലീസ്റ്റ് ഓടുന്ന സമയത്ത് കാലിന് പോലും വെടിവെക്കുക എന്നുള്ളതിന് പകരം ഇയാളെ നേരിട്ട് വെടിവെച്ച് കൊന്ന് പോലീസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥ മാത്രമായിരുന്നു അതെന്ന് മനസ്സിലായി. ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു? ഇത് ഇപ്പം ഇന്ത്യയിലെ പല ഗോദി മീഡിയ നിങ്ങൾ മാറ്റിവെച്ചോ, കാരണം അവിടെ ഭരിക്കുന്നത് ഗോദി അല്ലെങ്കിൽ മോദിയുടെ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഗോദി മീഡിയകളിലൊന്നും ചർച്ചയില്ല. ജസ്റ്റ് ഒന്നോ രണ്ടോ വാർത്തകളായിട്ട് അങ്ങ് മുന്നോട്ട് പോകും. അപ്പം ഈ ഒരു വാർത്ത പല യൂട്യൂബേഴ്സും ബാക്കിയുള്ള അല്ലെങ്കിൽ ഇയാളുടെ വീഡിയോ പുറത്ത് കാണിച്ചിട്ട് ഇപ്പം വലിയ രീതിയിൽ ബീഹാറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് അട്ടിമറിക്കപ്പെട്ടു. വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അവിടുത്തെ BJPയുടെ CM വന്നിട്ട് ഈ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അന്വേഷിക്കാനുള്ള ഉത്തരവും കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി ആ പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ദുരിതങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകും. അവരാരും ഇതിൻ്റെ പിന്നാലെ പോകുന്നില്ല. കാരണം അത് ബീഹാറാണ്. ആർക്കും അതിനുള്ള സമയമോ കാലമോ നേരമോ കാശോ ഒന്നും അവരുടെ കയ്യില്ല. പട്ടിണി മാത്രമേ അവിടുത്തെ ആൾക്കാരുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഈ കേസ് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്തുകൊണ്ട് കേരളം നല്ലത് അല്ലെങ്കിൽ എന്തുകൊണ്ട് സൗത്ത് ഇന്ത്യ നല്ലത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കാര്യം നടക്കില്ല, കേരളത്തിൽ ഇങ്ങനെ കാര്യം നടക്കില്ല. നമ്മൾ ചിലപ്പം പറയാറുണ്ടല്ലേ, ചില UPയിലെ പോലീസ് അല്ലെങ്കിൽ UPയിലെ യോഗിയുടെ പോലീസ് ഇതാ ഓരോ ദിവസം ഓരോ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളയാൻ വേണ്ടി ഇങ്ങനെ വേണ്ടത്. നമ്മളും വിചാരിച്ചിട്ടുണ്ടല്ലേ ഒരു തെറ്റ് ചെയ്ത ആളെ അങ്ങനെ കൊല്ലണ്ടേ എന്നുള്ളത്. ചിലപ്പോൾ റേപ്പ് കേസിൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ റേപ്പ് ചെയ്ത കേസിലൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എൻകൗണ്ടർ എന്ന് പറഞ്ഞത് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും, യോഗിയുടെ അടക്കമുള്ള ബീഹാർ ഇപ്പം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ വെടിവെച്ച് കൊന്നു തീർക്കാനുള്ള ഒരു മാർഗമായിട്ട് കണ്ടിട്ടുണ്ട്. സർക്കാരിനെതിരെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് BJP സർക്കാരിനെതിരെയാണ് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലുന്നൊരവസ്ഥ, ഒരു എൻകൗണ്ടർ ആ രീതിയിലോട്ട് മാറുന്നുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയകളിലും മറ്റ് അവിടുത്തെ ജനങ്ങൾ ഇപ്പം പറയുന്നത്. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്ക് തന്നെയാണ്. അങ്ങനെ ഈ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ഈ വീഡിയോ പുറത്തു വരുന്നു. അവിടെ ആളുകളെല്ലാവരും കൂടെ റോട്ടിലിറങ്ങുന്നു, വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതിൻ്റെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ പ്രശാന്ത് കിഷോറും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളൊക്കെ ഇതിനെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. തേജസ്വി യാദവ് സംസാരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മുന്നോട്ടിറങ്ങുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അവർക്ക് പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. വർദ്ധിച്ചു വരുന്ന എൻകൗണ്ടർ സംസ്കാരമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. ഞാൻ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത പ്രതിനെ പിടിച്ചു കഴിഞ്ഞിട്ട് ആൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അതല്ലെങ്കിൽ ആൾ പോലീസിനെ തട്ടിമാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് വെടിവെച്ച് കൊന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ ഏറ്റവും കേട്ടിട്ടുള്ളത്. നമ്മൾ ചെറിയൊരു കണക്കെടുത്ത് കഴിഞ്ഞാൽ 2016 മുതൽ 2022 വരെ ഇന്ത്യയിൽ 813 ആൾക്കാരാണ് എൻകൗണ്ടർ കേസുകളിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത്, രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത്. ഒരു ടോട്ടൽ കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 9 വർഷത്തിനിടെ ഉത്തർപ്രദേശിൽ മാത്രം 17,000 പോലീസ് എൻകൗണ്ടർ ഓപ്പറേഷനുകൾ നടത്തിയെന്നാണ് പറയുന്നത്. ഇതിൽ 300ഓളം കുറ്റവാളികൾ കൊല്ലപ്പെട്ടു. 813-ൽ 300ഓളം കുറ്റവാളികൾ കൊല്ലപ്പെട്ടത് ഈ പറഞ്ഞ UPയിലാണ്. എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്, കാലിന് വെടിവെക്കും, പല സ്ഥലത്ത് വെടിവെക്കും. പക്ഷേ അതിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത് 300ൻ്റെ മേലെ ആളുകളാണ്. നമ്മൾ ഈ പഞ്ചാബ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇത് കോപ്പി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബീഹാറിൽ നമ്മൾ കണ്ടു. ആക്ച്വലി ഇത് നമ്മുടെ നിയമവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വരാൻ സമയമെടുക്കും, അല്ലെങ്കിൽ ഒരു വിധി വരാൻ സമയമെടുക്കും. ഒരു തെറ്റ് ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടണം എന്നില്ല, ചില സമയത്ത് അവർ രക്ഷപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ അതേ സമയത്ത് ഈ എൻകൗണ്ടർ എന്ന പേരിൽ ഒരുപാട് ആൾക്കാർ, ഇല്ലാത്ത തെറ്റ് ചെയ്ത ആൾക്കാർ, ഗവൺമെൻറ്റിന് നേരെ കൈ ചൂണ്ടിയ ആൾക്കാർ വരെ മരണപ്പെട്ടു പോകുന്നുണ്ട് എന്നാണ് ഇപ്പം പുറത്തോട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ പോലീസ് ഇപ്പം നടപ്പാക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ലൻക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അതായത് ശാസ്ത്രീയ തെളിവുകളിലെ അപാകത മൂലം പല രീതിയിലും ഇത്തരം ആളുകളെ എൻകൗണ്ടർ ചെയ്ത് കൊല്ലുന്ന രീതിയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ UPയിലാണ് ഇത് കണ്ടുവരുന്നത്. ഇതിൽ പ്രതികളുടെ കാലിന് താഴെ ബോധപൂർവം വെടിവെച്ച് പരിക്കേൽപ്പിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും കാണാറുണ്ട്. പക്ഷേ അതിന് പകരം പിന്നീട് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കാലിന് വെടിവെച്ചതിന് ശേഷം, അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു എന്നുള്ള പോലീസിൻ്റെ വാദങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം എൻകൗണ്ടറുകൾ പുറത്തോട്ട് വരാറുള്ളത്. അപ്പം ഇപ്പം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ നിയമം കൊണ്ടുവരണേന്നൊക്കെ നമ്മുടെ നാട്ടിലെ സംഖ്യകളൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ ചില കേസുകൾ കാണുമ്പോൾ നമ്മളും പറയേണ്ട അവന് കിട്ടണം, 4 വയസ്സായ ഒരു കുട്ടീനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ തന്നെ കിട്ടണം. അതെ, നമ്മളിപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ. പക്ഷേ ഈ കൂട്ടത്തിൽ നിരപരാധികളും അതല്ലെങ്കിൽ സർക്കാരിനെ ചോദ്യം ചെയ്ത ആളുകളും പെട്ടുപോകുന്നുണ്ട് എന്നാലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ നിയമവ്യവസ്ഥയിൽ കൂടെ തന്നെ കാര്യങ്ങൾ നടപ്പാക്കണം എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഈ ഗോദി സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെ സിസ്റ്റം, നമ്മുടെ പോലീസ് സിസ്റ്റം, നമ്മുടെ ED NI അന്വേഷണ ഏജൻസികൾ, നമ്മുടെ കോടതികൾ, സുപ്രീം കോടതി അടക്കം ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പല രീതിയിൽ പല അവസരങ്ങളിൽ നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ പല കേസുകളും നമ്മൾ അറിയാണ്ട് പോകുന്നുണ്ട്. അറിഞ്ഞ കേസുകൾ വളരെ ചുരുക്കമായിരിക്കും, അറിയാണ്ട് പോകുന്ന കേസുകളായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ രാജ്യത്ത് BJP ഗവൺമെൻറ്റിനെ പ്രത്യേകിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ
ചോദ്യം ചെയ്യുന്ന ആളുകൾ ഒന്നുകിൽ രാജ്യദ്രോഹിയാവും. മോദിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവനൊരു പാകിസ്ഥാനിയാവും. രാജ്യത്തെ BJP നടത്തുന്ന ചെറ്റത്തരങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാജ്യദ്രോഹിയും, നമ്മളൊരു എന്താ പറയുക ഹിന്ദു വിരുദ്ധനും, നമ്മളൊരു പാകിസ്ഥാനിയും ബംഗ്ലാദേശിവരാവുന്ന ഈ കാലത്ത് ഇത്തരത്തിലുള്ള എൻകൗണ്ടറുകളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി നിങ്ങൾ. അത്തരം ഏറ്റവും കൂടുതൽ ഇത്തരം എൻകൗണ്ടറുകൾ നടത്തുന്നത് ചിലപ്പം നല്ല കാര്യങ്ങൾ ചോദ്യം ചെയ്തതിന് അത് അവരുടെ ശബ്ദം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മാറിപ്പോകുന്നുണ്ട്. സത്യത്തിൽ ഇത്തരം കുറ്റവാളികൾക്കെതിരെയുള്ള എൻകൗണ്ടർ രീതികൾ ആദ്യമൊക്കെ നമ്മുടെ ജനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം കുറേ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് ഇതിലെ അപകടം എന്താണെന്നും ഇത് ഏത് രീതിയിലാണ് നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇപ്പം ഈ ബീഹാർ മാത്രം നിങ്ങളെടുത്തു, അവിടുത്തെ ഇപ്പോഴത്തെ സമ്രാട്ട് ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ബീഹാർ CM എന്ന് പറഞ്ഞത് ആരാണ് നിങ്ങൾക്കറിയാം? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി, അതല്ലെങ്കിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ PhD, ഇതൊക്കെയാണെന്നാണ് ഇപ്പം അഫിഡവിറ്റിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡാറ്റകളിൽ പുറത്തോട്ട് വന്നതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഏഴാം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള ഒരു മനുഷ്യനാണ്. അയാളാണ് പല സ്റ്റേജുകളിൽ വന്നിരുന്നിട്ട് ഞാൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ PCU കോഴ്സ് എടുത്തിട്ട് അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് തിരിച്ച് പറയാറില്ല. അതല്ലെങ്കിൽ ഞാൻ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ എന്തോ കോഴ്സ് എടുത്തിട്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ച് മറുപടി പറയാൻ അറിയാത്ത ഒരു CM ഭരിക്കുന്ന സ്ഥലമാണ് ബീഹാർ. കേട്ടു നോക്ക്. मैंने अपने एफिडेविट में बड़ा स्पष्ट तौर पर लिखा है कि PFC का एक कोर्स मैंने कामराज यूनिवर्सिटी से किया. PFC? हाँ. What is it, sir? प्री फाउंडेशन कोर्स का एक कोर्स मैंने कामराज यूनिवर्सिटी से किया. अच्छा. इसलिए जिसको जानकारी लेना है तो कामराज यूनिवर्सिटी से लेते रहे, उसमें क्या फर्क पड़ता है मेरे को. तो डिलीट की उपाधि हमको एक यूनिवर्सिटी ने दिया, यूनिवर्सिटी ऑफ कैलिफोर्निया. अरे भाई कहीं का वो तो देता, कैंप तो यही होता है. अच्छा. कैंपस यही होते हैं. देखिए ये मैं कोई डॉक्टर नहीं लिखता हूं कि मैं कोई अपराध कर रहा हूं. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. 10ാം ക്ലാസ് ഒന്നും വേണമെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചവൻ മാത്രമാണ് രാജ്യം ഭരിക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള കളവ് പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെ പറ്റിച്ച് എന്താണ് കേംബ്രിഡ്ജ് എന്നോ എന്താണ് കാലിഫോർണിയ എന്നോ ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാരെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില യൂണിവേഴ്സിറ്റി, അയാൾ പറഞ്ഞ പല യൂണിവേഴ്സിറ്റികൾ പോലും ഈ ലോകത്തില്ലാത്ത യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, അങ്ങനെ പല യൂണിവേഴ്സിറ്റിയും രാജ്യത്ത് ഈ ലോകത്ത് പോലും ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞെന്നുമെന്ന് ഒരു 7ാം ക്ലാസ് പോലും പാസ്സാവാത്ത 17ഓളം മേർഡർ കേസ് ഉള്ള ഒരു CM ഭരിക്കുന്ന നാടാണ് ഈ പറഞ്ഞ ബീഹാർ. അവിടെ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്ത് നടക്കും. അതുതന്നെയാണ് ഇന്ത്യയിലെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ BJP നേതാക്കളുടെ നിലവാരം, കോണം എന്ന് വേണമെങ്കിൽ പറയാം. കഷ്ടം. നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. ആ ഭാഗ്യം എന്നും ഉണ്ടാവണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ അറിഞ്ഞും കേട്ടും വോട്ടും ഒക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ നാട് ഒരു കാലത്ത് ഇതിനേക്കാൾ കഷ്ടമായി പോകും. ഉറപ്പാണ്.